ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ മാങ്ങ റൈസ്. കന്നഡയിൽ നമ്മൾ എന്താ പറയുന്നത്, മാവുങ്കായ് ചിത്രാന്ന എന്ന് പറയും കേട്ടോ. നമ്മുടെ പച്ചമാങ്ങ ഇട്ട് വെച്ച ചിത്രാന്നയാണ്. ചിത്രാന്ന ലെമൺ റൈസ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, അത് തന്നെയാണ് ഇത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ മാങ്ങയൊക്കെ ഉണ്ട്, ചെറിയ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കടലയൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് മല്ലിയില ഇട്ട് കരിവേപ്പില ഇട്ടിട്ട് ഉള്ളി ഇട്ടിട്ട് കടലപ്പരിപ്പ് എല്ലാം ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ള ഇഡ്ഡലി ദോശ തിന്നുന്നതിന് പകരം ഇതൊക്കെ തിന്നുവാണെങ്കിലുണ്ടല്ലോ നല്ല രുചിയാണ്. കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അല്ലേ ബജിയോ അങ്ങനെ എന്തെങ്കിലും വടയോ എന്തെങ്കിലും ഉണ്ടായാൽ മതി നമുക്കിതിനൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട്. ഇതുണ്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലഞ്ചിനൊക്കെ ഉള്ള പരിപാടിയായിരിക്കും അല്ലേ? അപ്പം ഞാനിന്നൊരു വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു സൂപ്പറായ നമ്മുടെ മാങ്ങ റൈസ് ഉണ്ടാക്കാം കേട്ടോ. മാങ്ങ റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാക്കുമോ എനിക്ക് അറിയത്തില്ല. നമ്മൾ സാധാരണ ലെമൺ റൈസ് പറയുന്നുണ്ട്, ചിത്രാന്ന ലെമൺ റൈസ് എന്നൊക്കെ പറയും, ലെമൺ ഇട്ട്. അതുപോലെ തന്നെ ലെമൺ യൂസ് ചെയ്യാതെ തന്നെ മാങ്ങ, ഇപ്പം എല്ലായിടത്തും മാങ്ങ സീസണാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും മാങ്ങ പച്ചടി, മാങ്ങ കാളൻ, പിന്നെ മീനിട്ട് മാങ്ങാക്കറി, പിന്നെ പഴമിട്ട് മാങ്ങാക്കറി, അങ്ങനെ മീനല്ല, അങ്ങനെ ഒത്തിരി വെറൈറ്റി കറികളുണ്ടല്ലോ. അപ്പം ഇവിടെ നമ്മുടെ സെയിം മാങ്ങ സീസൺ വരുമ്പോൾ നമ്മൾ ചിത്രാന്ന ഉണ്ടാക്കും, ഈ ലെമൺ റൈസ് പോലെ തന്നെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പച്ചമാങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു. അപ്പം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഉള്ളി അരിയാം കേട്ടോ. ഞാൻ 2 പേർക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഉള്ളി എപ്പോഴും നമ്മൾ വാഷ് ചെയ്യണം. ഞാനിപ്പോൾ 2 ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഉള്ളി ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനല്ല അത്ര നീളത്തിലൊന്നും വേണ്ട. ഇത് കണ്ടോ, ഞാൻ ഈ ഉള്ളി 2 ഇങ്ങനെ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കുഞ്ഞായിട്ട് ഇത്ര മതി കാണാം. എനിക്ക് 2 പേർക്കുള്ളത് കൊണ്ട് ഇത്ര മതി കേട്ടോ. ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ മാങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിലുണ്ടല്ലോ നമുക്കുണ്ടല്ലോ കണ്ടോ, ഇങ്ങനെ നമുക്ക് എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അത്രയും കട്ടിയൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഞാൻ നല്ലപോലെ എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നടുവേ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് സൈഡും കട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് മാങ്ങ കട്ട് ചെയ്യുമ്പോൾ പേടിയാ. ഇത് മൂത്തിട്ടുണ്ട്. ഈ 2 സൈഡും മതി, നമുക്ക് ഇത്ര മതി കേട്ടോ. 2 പേർക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഗ്രേറ്റർ വെച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. വേണ്ട, ഇതാണ് ഇതുപോലെ വരും. നല്ല രുചിയാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഈ 2 പീസും അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ മാങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് തേങ്ങ നിങ്ങൾക്ക് എത്ര നല്ല ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഉള്ളി, കരിവേപ്പില, മല്ലിയില, പച്ചമുളക് ഉണ്ടല്ലോ നല്ല എരിവുള്ളതാണെങ്കിൽ സൂപ്പറാണ്. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇതുണ്ടോ, കടലയും കടലപ്പരിപ്പും. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞളും കടുകും മതി. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റം മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടതാണ് ചോറ്. ഇത് കണ്ടോ, ഇത് ചെറിയ റൈസാണ് കേട്ടോ. നമ്മൾ ജീര റൈസ് എന്നൊക്കെ പറയും ഈ ബിരിയാണി വെക്കുന്നത്. ഈ റൈസാണ് ഇതിന് ടേസ്റ്റ്. നമ്മളിപ്പോൾ ചിത്രാന്ന, പലാവ് എന്തുണ്ടാക്കിയാലും ഇങ്ങനത്തെ റൈസാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ചോറ് വേവിച്ച് മീഡിയമാണ്, അധികം വെന്തിട്ടൊന്നുമില്ല. നമുക്ക് പിന്നെ ഇത് മിക്സ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ നല്ലപോലെ ചൂടാകുമ്പോഴുണ്ടല്ലോ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളുണ്ടല്ലോ ചിത്രാനയ്ക്കും ഈ ഇങ്ങനത്തെ റൈസ് ഐറ്റത്തിനൊക്കെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡ്രൈ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ എണ്ണ നല്ലപോലെ ചൂടാകുന്നുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം കേട്ടോ. നമ്മൾ സാധാരണ ഇടുമ്പോൾ തന്നെ കടുക് നമ്മൾ കടുകാണ് മെയിൻ. കടുക് ഇടണം കേട്ടോ. അപ്പോഴാണ് കടുക് ഇങ്ങനെ കിടക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇടാം. കടലപ്പരിപ്പ് അധികം ഫ്രൈ ആവണ്ട കേട്ടോ. കുറച്ചൊന്ന് കളർ മാത്രം മാറിയാൽ മതി. പിന്നെ കടല ഇടാം കേട്ടോ. കടല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ചിലർക്ക് കടല, ഇവിടെ എന്ന് പറഞ്ഞാൽ കടല എൻ്റെ വീട്ടിലെ കുറച്ച് പേര് കൂട്ടൂല. അപ്പം ഞാൻ കുറച്ചേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടല ഇങ്ങനെ കഴിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇടാം കേട്ടോ. നല്ലപോലെ കുറച്ച് കളർ ചേഞ്ച് ആവണേ. ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അധികം കറക്കണ്ട കേട്ടോ. അപ്പം വേറൊരു ടേസ്റ്റ് വരും. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം. ഉള്ളിയുടെ കൂടെ നിങ്ങൾക്ക് കരിവേപ്പില, നമ്മുടെ പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചിടുക കേട്ടോ. ഒരുമിച്ചിട്ട് നല്ലപോലെ കുറച്ച് ഫ്രൈ ചെയ്യാം. ഈ നല്ലൊരു മെറൂൺ കളറാവണം കേട്ടോ. മെറൂൺ കളറാവുന്നോടം വരെ നല്ല സോഫ്റ്റ് ആവണം നമ്മുടെ ഉള്ളി. ഇല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ കടിച്ചിരിക്കും. നമുക്കൊരു 2 സെക്കൻഡ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ അതിന് കൂടെ കുറച്ച് ഉപ്പിടണം. ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴലുമല്ലോ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഉപ്പിടുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല നിങ്ങൾ വിഷമിക്കരുത്. എന്താണെങ്കിലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഐറ്റം വെറൈറ്റി ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പഞ്ഞവും ഇല്ല. അപ്പോൾ നല്ലപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പം ഞാൻ എൻ്റെ ഇടയിലുള്ള കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ പൗഡർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്കൊരു കളറിനാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തേങ്ങ ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുത്തോളൂ. തേങ്ങ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ഉപയോഗിക്കും. കൂടുതൽ തേങ്ങ വേണമെന്നവർക്ക് കൂടുതൽ തേങ്ങ ഇടാം. നിങ്ങളത് ആളനുസരിച്ച്, നിങ്ങളുടെ വീട്ടിൽ 3-4 പേരുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഉപ്പിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞങ്ങളൊക്കെ ചോറ് വെക്കുമ്പോണ്ടല്ലോ, ഇവിടെ ചോറിൽ ഉപ്പിട്ടിട്ടാണ് ചോറ് വെക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കറിക്ക് ഇച്ചിരി ഉപ്പ് കുറഞ്ഞാൽ പോലും നമുക്ക് ചോറിന് ഉപ്പുണ്ടാവും. അപ്പം നോക്കിയിട്ട് ഉപ്പിടാവുള്ളൂ. അപ്പം ഞാൻ റൈസ് ഇടുവാണ് കേട്ടോ. ഞാൻ ചോറ് നല്ലപോലെ വേവിച്ച് മാറ്റി വെച്ചാണ് വിട്ടാണ് ഇരിക്കുന്നത്. നല്ലപോലെ പയ്യെ നമുക്ക് മിക്സ് ചെയ്യാം. അധികം വേവരുത്. ഇങ്ങനത്തെ നമ്മൾ ചിത്രാനയും പലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറുകളൊന്നും അധികം വേകാൻ പാടില്ല. അപ്പം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തും പറ്റുന്ന പോലെ ഇളക്കി കൊടുക്കുക. പയ്യെ സിമ്മ് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആ മാങ്ങയുടെ ടേസ്റ്റും ആ പുളിയും. ഇനിയിപ്പോൾ നിങ്ങളുടെ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിലുണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് ലെമൺ ഒഴിക്കാം. ഇതിനിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, ഇപ്പം നോക്കി നല്ല ചോറ് നല്ല വിട്ടിരിക്കുന്നുണ്ടോ? ഇതുപോലെ വിട്ടിരിക്കണം. അപ്പോഴേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൂ. അപ്പം നോക്കിയേ. അപ്പോൾ നമുക്കുണ്ട് ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷനാണ് നമ്മുടെ മല്ലിയില. ഈ മല്ലിയില എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ വീട്ടിലും ഞാൻ പറയാറുണ്ട്. അത് നമുക്ക് ഇടണം കേട്ടോ. മല്ലിയില ഇട്ടാലേ അതിന് ടേസ്റ്റുള്ളൂ. നല്ലപോലെ പയ്യെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കഴിഞ്ഞ് പിന്നെ അധികം നേരം സ്റ്റൗവിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഒരു ഫ്യൂ സെക്കൻഡ് മതി. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ? എനിക്കാണിപ്പോൾ കഴിക്കാൻ തോന്നുവാണ്. മാംഗോ റൈസ്, നമ്മുടെ മാംഗോ റൈസ് ബാത്ത് ലെമൺ റൈസ് നമ്മൾ പറയുന്ന പോലെ തന്നെ മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഇത് വെരി സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം, 100% ട്രൈ ചെയ്യണം. എല്ലാവരും അതും ഇതൊക്കെ തിന്നും മടുത്തില്ല. ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് പുളിയും കുറച്ച് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് കുറേ പുളിയുള്ള മാങ്ങയാണെങ്കിൽ, പുളി ഒട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലെമൺ യൂസ് ചെയ്യാം കേട്ടോ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ലെമൺ യൂസ് ചെയ്യേണ്ട, ഇത് മാത്രം മതി. അപ്പം ബൈ, ടേക്ക് കെയർ.